കറണ്ട് അഫയേഴ്സ് ചോദ്യോത്തരങ്ങൾ 2017 ജനുവരി 4 മുതൽ 6 വരെ. ഉറുഗ്വേയിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത് സഞ്ജീവ് രഞ്ജൻ. ബിസിനസ് ഇടപാടുകൾ ഡിജിറ്റലാക്കുന്നതിനായി SBIയുമായി കരാറിലേർപ്പെട്ട കമ്പനി കൊക്കക്കോള. വെസ്റ്റേൺ എയർ കമാൻഡിൻ്റെ പുതിയ മേധാവി എയർ മാർഷൽ C. ഹരികുമാർ. ഈസ്റ്റേൺ എയർ കമാൻഡിൻ്റെ പുതിയ മേധാവി എയർ മാർഷൽ അനിൽ ഖോസ്ല. നാടൻ കലകളുടെ പരിപോഷണം ലക്ഷ്യമാക്കി കേരള വിനോദസഞ്ചാര വകുപ്പ് ആരംഭിക്കുന്ന പരിപാടി ഉത്സവം 2017. അടുത്തിടെ ICC ഹാൾ ഓഫ് ഫെയിം അംഗത്വത്തിന് അർഹനായ മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ആർതർ മോറിസ് മരണാനന്തരം. HSBCയുടെ 2016 സർവേ റിപ്പോർട്ട് പ്രകാരം പ്രവാസി ജീവനക്കാർക്ക് ഉയർന്ന ശമ്പളം നൽകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 3. ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലാൻഡ്. മികച്ച ഊർജ വിതരണത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ പവർ കോർപ്പറേഷൻ പഞ്ചാബ് സ്റ്റേറ്റ് പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് PSPCL. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് എഴുത്തുകാരനും നിരൂപകനുമായിരുന്ന വ്യക്തി ജോൺ ബെർജർ. മനുഷ്യ ശരീരത്തിലെ 79ാമത്തെ അവയവമായി അടുത്തിടെ കണ്ടെത്തിയത് മെസെൻറ്ററി, കുടലിനെ ആമാശയഭിത്തിയുമായി ബന്ധിപ്പിക്കുന്ന അവയവം. ഈ അവയവം ആദ്യം കണ്ടെത്തിയ അയർലൻഡിലെ ലിമറിക് യൂണിവേഴ്സിറ്റി ഗവേഷകൻ J. കാൽവിൻ കോഫി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഖ മരന്തി. അടുത്തിടെ ഗൂഗിൾ ഹോം പേജിൽ ആദരിക്കപ്പെട്ട ഇന്ത്യൻ സാമൂഹ്യ പ്രവർത്തക സാവിത്രിഭായി ഫുലെ. ഹെയ്ത്തിയുടെ പുതിയ പ്രസിഡന്റ് ജൊവേനൽ മോയിസ്. മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് MSME സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക് പരിശീലനം നൽകാനായി ഗൂഗിൾ ആരംഭിച്ച പുതിയ പദ്ധതി ഡിജിറ്റൽ അൺലോക്ഡ്. സംരംഭകർക്ക് സൗജന്യമായി മൊബൈൽ വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്യാനായി മൈ ബിസിനസ് വെബ്സൈറ്റ്സ് എന്ന ടൂളും ഗൂഗിൾ ആരംഭിക്കുന്നു. ഇന്ത്യൻ കരസേന ഉപമേധാവിയായി നിയമിതനായ മലയാളി ലഫ്റ്റനന്റ് ജനറൽ ശരത് ചന്ദ് കൊല്ലം. വടക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗരോർജ പവർ പ്രോജക്റ്റ് 150 മെഗാവോൾട്ട് ആരംഭിച്ച സംസ്ഥാനം പഞ്ചാബ്, ഐശ്വർ പവറിന്റെ നേതൃത്വത്തിൽ. ലോകത്തിൽ ആദ്യമായി തൊഴിലില്ലാത്തവർക്ക് പ്രതിമാസം അടിസ്ഥാന വരുമാനം നൽകാൻ തീരുമാനിച്ച രാജ്യം ഫിൻലാൻഡ്. അസോസിയേഷൻ ഓഫ് ബ്രിട്ടീഷ് ട്രാവൽ ഏജൻസിന്റെ 2017 ലോകത്ത് കാണേണ്ട സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയ ഏക സംസ്ഥാനം കേരളം. കോഴിക്കോട് സൈബർ പാർക്കിന്റെ പുതിയ CEO ഋഷികേഷ് R. നായർ. ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് എന്നിവയുടെ CEO പദവിയും ഇദ്ദേഹത്തിനാണ്. ഇന്ത്യയിലെ ആദ്യ ഗെയിമിംഗ് ആൻഡ് വിഷ്വൽ എഫക്ട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകുന്നത് മുംബൈ. അടുത്തിടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഏകദിന 2020 നായക സ്ഥാനത്ത് നിന്നും പിന്മാറിയ താരം മഹേന്ദ്ര സിംഗ് ധോണി. 2016 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് M.A. റഹ്മാൻ. കൃതി ഓരോ ജീവനും വിലപ്പെട്ടതാണ്. യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ബ്രിട്ടന്റെ പുതിയ അംബാസഡർ സർ ടിം ബാരോ. ടാറ്റ പവർ കോർപ്പറേഷന്റെ പുതിയ ചെയർമാൻ S. പത്മനാഭൻ. IBM ഇന്ത്യയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ കരൺ ബജ്വ.
ഇന്ത്യയിലെ വ്യവസായ സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനായി സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി കരാറിലേർപ്പെട്ടത്? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. റോക്ക് ഫെല്ലർ ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ അമേരിക്കൻ? രാജീവ് ജെ ഷാ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത സിതാർ വിദഗ്ധൻ? അബ്ദുൾ ഹാലിം ജാഫർ ഖാൻ. കസ്റ്റംസ് മേഖലയിലെ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യയുമായി കരാറിലേർപ്പെട്ട രാജ്യം? ഉറുഗ്വേ. ടെസ്റ്റ് ക്രിക്കറ്റിന് വേദിയായ 11 രാജ്യങ്ങളിലും സെഞ്ചുറി നേടുന്ന ആദ്യ താരം? യൂനിസ് ഖാൻ, പാകിസ്ഥാൻ. UAE ആണ് 11ാമത് രാജ്യം. SRM യൂണിവേഴ്സിറ്റിയും മാതൃഭൂമിയും ചേർന്ന് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി അഖില കേരള തലത്തിൽ ആരംഭിക്കുന്ന സയൻസ് എക്സിബിഷൻ? അയാം കലാം. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് താരം? ഓം പുരി. അടുത്തിടെ കേന്ദ്ര സർക്കാർ പോസ്റ്റൽ സ്റ്റാമ്പിലൂടെ ആദരിച്ച സിഖ് ഗുരു? ഗുരു ഗോവിന്ദ് സിംഗ് 350ാം ജന്മവാർഷികത്തോട് അനുബന്ധിച്ച്. If you like our videos, please subscribe to our channel and don't forget to hit the like button below. For more question and answers, visit our website www.keralapscgk.com.